Hello guys, it's me Bivin. Yeah, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാമും യൂട്യൂബിൽ നിന്നൊക്കെ മാറി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ജസ്റ്റ് രണ്ട് മൂന്നൊക്കെ വീഡിയോസ് ഇടണമെന്ന് തോന്നി, ഒന്ന് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇട്ട വീഡിയോ ആണ്. ആൻഡ് നമ്മുടെ മെയിൻ കണ്ടൻറ്റിലോട്ട് വരാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് രേണു സുധി എക്സ്ക്ലൂസീവ്. ഞാനും വിചാരിച്ചത് എന്താ സംഭവം, സുധിച്ചേൻ്റെ വൈഫാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അക്കൗണ്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേ വീഡിയോസ് റീൽസൊക്കെ കാണാറുണ്ട്, ദാസേട്ടനായിട്ടുള്ളതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ജസ്റ്റ് ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലെ ഒരു ടീം ഇൻ്റർവ്യൂക്ക് വിളിക്കുന്നു, സംസാരിക്കുന്നു, തർക്കിക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് എന്തിനൊക്കെയാണ്. ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. ഇപ്പം പണ്ട് ടിക്ടോക്കൊക്കെ ഉള്ള ടൈമിൽ എന്തൊക്കെയായിരുന്നു, ദാസേട്ടൻ കോഴിക്കോട്, പിന്നെ ആരാണ് പാലാ സജി, ഫുക്രു, അങ്ങനെ എന്തോരം ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ചിരിപ്പിക്കാനും തമാശ പറയാനും പലതും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ആകെയുള്ള 2 പിള്ളേരാണ്. അവരുടെ കാര്യങ്ങൾ നോക്കുക, അതൊക്കെ ചെയ്യാനായിട്ട് പുള്ളിക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ചിലപ്പോൾ ഇതായിരിക്കാം. എന്നും പറഞ്ഞ് നിങ്ങൾ ഈ സൈബർ ബുള്ളിങ് എന്നുള്ള സാധനം പോലെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ചോദിക്കണത്? നിങ്ങൾക്ക് എന്തോരം കണ്ടൻറ്റ് പുറത്ത് ചെയ്യാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു അമ്മ കൊച്ചിനെ കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞു. നിങ്ങൾക്ക് ആ കണ്ടൻറ്റ് പൊക്കി ആ കൊച്ചിന് ജസ്റ്റിസ് ചെയ്ത് കൊടുക്കാം. എന്തോരം പീഡന കേസുകളാണ്, എത്ര കുഞ്ഞു പിള്ളേരാ. ഇതിനൊന്നും നിങ്ങൾക്ക് ചോദിക്കാനും സോഷ്യൽ മീഡിയക്ക് എന്തിനു വെച്ചിരിക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാനും പറയാനും നിങ്ങളവിടെ ആളില്ലെന്നാണ് ആലോചിക്കണേ ഞാൻ. കാരണം എന്തോരം കണ്ടൻറ്റാണ് നിങ്ങൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്തോരം മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ ആ വനിതാ തിയേറ്ററൊക്കെ ഒരുമാതിരി ചന്ത പോലെ ആയിക്കാണ്. കുറേ കോമാളികളെ പോലെ കുറേ ആളുകൾ വരും, ഓരോന്നും കാണിക്കും. അതുങ്ങളെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് ഈ ക്യാമറയെ പിടിച്ചുകൊണ്ട് പുറകെ നടക്കാൻ. നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ജോലിയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ അവരെ വളർത്തുന്നത് എന്തിൻ്റെ ബേസിസിൽ? അവർ നിങ്ങൾ തരുന്നുണ്ടോ? ചുമ്മാ അവരുടെ പുറകെ കുറേ വീഡിയോ എടുക്കുന്നു. അത് ഞാൻ ആലോചിക്കണതല്ല, അവർ ഉള്ള കൃത്യ സ്പോട്ട് നിങ്ങളിതെങ്ങനെ എത്തണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. സത്യം, നിങ്ങൾ ആ കൃത്യ സ്പോട്ടിൽ എങ്ങനെ എത്തണം നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എവിടെ പോയാലും ക്യാമറ ഉണ്ടാവും. അത് ഇങ്ങനത്തെ ടീമുകളുടെ പുറകിൽ ഒരു ചങ്ങായി കുറേ നാളിങ്ങനെ പുഷ് നടക്കുകയായിരുന്നു, പെൺപിള്ളേരെ പറ്റി അതും ഇതൊക്കെ പറഞ്ഞ് കുറച്ചാൾ ജയിലിൽ പോയി കിടന്നപ്പോൾ പുള്ളി പഠിച്ച് മനസ്സിലായി. ഇപ്പോൾ പുള്ളിയുടെ അക്കൗണ്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ലൈഫിൽ കയറി ഇങ്ങനെ ഇടപെടാണ്ടിരിക്കുക. ഇങ്ങനെ ഉള്ള വട്ടന്മാരുടെ കൂടെ കൂടാണ്ട് നല്ല ജസ്റ്റിസ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറ്റി കണ്ടൻറ്റൊക്കെ ഇടുക, അതിന് നീതി കിട്ടുന്ന രീതിക്ക് കാര്യങ്ങളൊന്നും ചെയ്യുക. അല്ലാതെ ഒരാളുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ കയറി അതും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുക. ഞാൻ പിന്നെ ഒരു വീഡിയോ ഉണ്ട്, ഒരു ചാനലുകാർ ആ മൂത്ത ചെറുക്കനെ വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത്. അവനൊക്കെ എൻ്റെ പ്രായം ഞാനൊക്കെ അവൻ്റെ പ്രായം കഴിഞ്ഞ് നിൽക്കുന്നതാണ്. ആ പ്രായത്തൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ നാളെ പിടയ്ക്കും തിരിച്ച് അമ്മാതിരി പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ. പക്ഷെ ആ ചെക്കനത് ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? അവന് ഇഷ്ടമല്ല, അവന് ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം. അതൊക്കെ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവൻ്റെ അമ്മയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും ചെയ്യാൻ പറയണു, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങളൊരാളുടെ ലൈഫിൽ അധികം ഇൻവോൾവ്മെൻറ്റ് എടുക്കരുത് കേട്ടോ. അത് ഞാൻ വീണ്ടും പറയാൻ കാരണം, നാളെ അവർ കേസിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും ഭയങ്കര മോശമാണ്. ഈ കമൻറ്റ്സ് ഇടേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ കമൻറ്റ് ഇട്ടോ, പക്ഷെ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് കമൻറ്റ് ഇടരുത്. തെറി പറയുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. കമൻറ്റ് ഇടാം, ആർക്കും കമൻറ്റ് ഇടാം. ബട്ട് ആളെ സങ്കടം, നിങ്ങളോട് നാളെ നിങ്ങളുടെ വീഡിയോക്ക് ഒരാൾ കമൻറ്റ്, ഇപ്പോൾ എൻ്റെ വീഡിയോക്ക് നിങ്ങൾ തന്നെ കമൻറ്റ് ഇടുമല്ലോ നമുക്കറിയില്ല. പക്ഷെ ആ ഇടുന്ന കമൻറ്റുകൾ വേദനിപ്പിക്കുന്നതാണെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷം നമുക്ക് ഗുണം ചെയ്യില്ല. നല്ലത് ചെയ്യുക, ആൾക്കാർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ചെവിക്കൂടെ കേൾക്കുക, ഈ ചെവിക്കൂടെ കളയുക, അങ്ങനെ ചെയ്യുക. ഉണ്ട് അതിനെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, സൈബർ ബുള്ളിങ് പോലത്തെ സംഭവങ്ങൾ ചെയ്യാതിരിക്കുക. ആ പുള്ളിക്കാരിക്ക് താല്പര്യമുള്ളതാണെങ്കിൽ പുള്ളിക്കാരി ചെയ്യും, അത്ര തന്നെ. ഓക്കെ, പുള്ളിക്കാരിയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നൊന്നും പറയുന്നില്ല. വീഡിയോസ് കാണാറുണ്ട്, ചിലത് നല്ല വീഡിയോസൊക്കെയാണ്, അടിപൊളിയാണ്. മുന്നോട്ട് പോട്ടെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പറയുന്നവർ പറയട്ടെ, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. ഈ ചെവിക്കൂടെ കേൾക്കുക, ഈ ചെവിക്കൂടെ കളയുക, ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്കമിങ് ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
ബൈ.